ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചുണ്ടിനെ കുറിച്ചാണ്. പറവപ്രാവിൻ്റെ ചുണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പറവപ്രാവിന് മൂന്ന് തരത്തിലാണ് ചുണ്ടുകളുള്ളത്. അതിൽ ഒന്ന് നീളച്ചുണ്ട്, 2 കുറ്റിച്ചുണ്ട്, 3 നോർമൽ ചുണ്ട്. അങ്ങനെ 3 തരത്തിലാണ്. ഇത് നീളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം പറഞ്ഞത്. അതായത് നീളച്ചുണ്ട്, കുറ്റിച്ചുണ്ട്, നോർമൽ ചുണ്ട്. ഇനി പല പേരുകളിൽ പറയപ്പെടുന്ന ചുണ്ടുകളുണ്ട്. ഒന്ന് ബ്ലൂ ചുണ്ട്, പിന്നെ ഒന്ന് പഴുക്കാച്ചുണ്ട്, പിന്നെ ഒന്ന് കരിഞ്ചുണ്ട്, പിന്നെ തുമ്പിൽ കറുപ്പെന്ന് പറഞ്ഞിട്ട് ഒരു ചുണ്ടുണ്ട്, പിന്നെ വെള്ളച്ചുണ്ട്, പിന്നെ ഗ്ലാവർ ചുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയപ്പെടുന്ന ചുണ്ടുകൾ ഉണ്ട്. ഇതിൽ കുറച്ച് റെയറായിട്ടുള്ളത് ബ്ലൂ ചുണ്ട്, ഗ്ലാവർ ചുണ്ട്, പഴുക്കാച്ചുണ്ട്. ഇത്തരത്തിലുള്ള 3 ചുണ്ടാണ്. അപ്പോൾ ഇതൊന്നും പ്രാവിൻ്റെ പറവയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ചുണ്ടുകൾ. എന്നാൽ ഇതിൽ എടുത്തു പറയത്തക്കത് ബ്ലൂ ചുണ്ടും ഗ്ലാവർ ചുണ്ടും പഴുക്ക ചുണ്ടുമാണ്. കറക്റ്റ് ലൈന് ഇതിൽ പറവയെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയാൻ കാര്യം എല്ലാ ചുണ്ടിലുള്ള പ്രാവുകളും പറന്നിട്ടുണ്ട്. നല്ല രീതിക്ക് എല്ലാ ചുണ്ടിലുള്ള പ്രാവുകളും പറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എടുത്ത് പറയാനുള്ള അത് ബ്ലൂ ചുണ്ടും ഗ്ലാവർ ചുണ്ടും പഴുക്ക ചുണ്ടുമാണ്. അത് കറക്റ്റ് ലൈൻ ഒത്താൽ മാത്രം കിട്ടുന്നതാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ചുണ്ടുകൾ. കറക്റ്റ് ലൈൻ ഒത്താൽ മാത്രമേ ഈ ലൈനിലുള്ള ചുണ്ടുകൾ കിട്ടാറുള്ളൂ. മറ്റുള്ള പ്രാവുകളിൽ നിന്നും പെർഫോമൻസ് കൂടുതലായിരിക്കും ഈ പറഞ്ഞ ചുണ്ടുകൾക്ക്. ഈ 3 ചുണ്ടുകൾക്ക് മറ്റുള്ള പ്രാവുകളിൽ നിന്ന് അല്പം പെർഫോമൻസ് കൂടുതലുമായിരിക്കും. കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കറക്റ്റ് ലൈൻ വന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ചുണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈനിൻ്റെയും കൂടെ അപേക്ഷിച്ചാണ്, ആ ലൈനും കൂടെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് പെർഫോമൻസിൽ കുറച്ച് മാറ്റം വരുന്നത്. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ ചുണ്ടുകൾക്ക് പറവയെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയം ഇല്ലെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വിഷയമുണ്ട്. അത് ജോഡി ഇടുന്നതിന് കറക്റ്റായിട്ട് ചുണ്ടും നഖവും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പറവയിൽ ബാധകമില്ല. എല്ലാ ലൈനിലും നല്ല ലൈനിലുള്ള ചുണ്ടുകൾ നല്ല ലൈനിലുള്ള പ്രാവുകളെല്ലാം എല്ലാ ചുണ്ടിലും പറക്കാറുണ്ട്. പക്ഷേ പറവയെ ബാധിക്കുന്ന അല്ലാത്തൊരു വിഷയം ചുണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ലൈൻ, അതായത് നമ്മൾ ജോഡി സെറ്റ് ചെയ്യണമെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ജോഡി സെറ്റ് ചെയ്തിടുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് ചുണ്ട്, നഖം, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വരും വീഡിയോയിൽ നമുക്ക് പറയാം. അതിൽ ബാധിക്കാറുണ്ട്, അല്ലാതെ പറവയിൽ ബാധിക്കില്ല. പിന്നെ നമ്മൾ ഓരോന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കറക്റ്റായിട്ട് ഈ ചുണ്ടുകളും അതിൻ്റെ കളറുകളെ കുറിച്ചൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം വീഡിയോയിൽ ഇത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ഉപയോഗമായിരിക്കും. കാര്യം എനിക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാലും നിങ്ങൾ സ്ഥിരം പ്രാവ് വെച്ചിരിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. നോക്കി ക്ലിയർ ചെയ്ത് ചെയ്യുക. അപ്പോൾ ഈ കാണിക്കുന്നത് കുറ്റിച്ചുണ്ടിലുള്ള ഒരു പ്രാവാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കുറ്റിച്ചുണ്ടിലുള്ള പ്രാവ് ഇതാണ്. കണ്ടോ? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കുറ്റിച്ചുണ്ട്. നോക്കി, ചെറിയ ചുണ്ടുകളായിരിക്കും. കണ്ടോ? ഓക്കെ, കുഞ്ഞു ചുണ്ടായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത നീളച്ചുണ്ടാണ്. ഇത് നീളച്ചുണ്ടിലുള്ള ഒരു പ്രാവാണ്. നീളച്ചുണ്ട് കാണുന്നുണ്ടായിരിക്കും. നീളം ഇങ്ങനെ നോക്കിയാലും നല്ല നീളമായി. ഈ തരത്തിൽ വരുന്ന ഇതിനേക്കാളും വേണമെങ്കിൽ കുറച്ചുകൂടി നീളം വരാം.
ഇതേ സെയിമേന ഉണ്ടാവാം. ഇതൊക്കെ നീളച്ചുണ്ടിൽ വരുന്നതാണ്. നേരത്തെ കാണിച്ചത് കുറ്റിച്ചുണ്ടാണ്, ഇത് നീളച്ചുണ്ടാണ്. ഉണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നോർമലി എല്ലാ പ്രാവിനും സാധാരണ ഉള്ള ഒരു ഷേപ്പിലുള്ള ചുണ്ടാണ്. സാധാരണ എല്ലാ പ്രാവിനും കോമൺ ആയിട്ട് കാണുന്ന ഒരു ചുണ്ടാണ്. സാധാരണ നോർമലി പ്രാവിനൊക്കെ പറവ പ്രാവിന് ഇതേപോലത്തെ ഷേപ്പിലായിരിക്കും ചുണ്ടുകൾ കാണുന്നത്. ഓക്കെ, ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ബ്ലൂ ചുണ്ടെന്നൊക്കെ പറയും. ബ്ലൂ ഷെയ്ഡ് ചുണ്ട്, അല്ലെങ്കിൽ ബ്ലൂ മൂക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു നീല ഷെയ്ഡിലുള്ളതാണ്. അടുത്ത ഇതാണ് ആ പ്രാവ്. കാണുന്നില്ല? ഉണ്ടോ? ഒരു കണ്ണിന് വർഷങ്ങളായി കണ്ണ് കംപ്ലൈൻ്റ് ആണ്. ഇതാണ് ബ്ലൂ ഷെയ്ഡ് ചുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ വെള്ളച്ചുണ്ടാണ്. വെള്ളച്ചുണ്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വെള്ളച്ചുണ്ട്. കാണുന്നുണ്ടോ? ഒറിജിനൽ വെള്ളച്ചുണ്ട്, പറവപ്രാവിന് വരുന്ന വെള്ളച്ചുണ്ട്. വേറെ ഏതോ അടയാളം വെള്ളമായിരിക്കും. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് പഴിക്കാച്ചുണ്ട് അങ്ങനെ പറയുന്ന ഒരു ഐറ്റം ചുണ്ടാണ്. ഈ ചുണ്ടിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരുപക്ഷെ പിന്നെ പറയാൻ പറ്റില്ല. ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കളറ് എന്നാലും അതിൻ്റെ ഒരു ഏകദേശം ഒറിജിനാലിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. നോക്കാം. ഇത് നമ്മൾ പഴിക്കാച്ചുണ്ടെന്ന് പറയും. ഇത് കുറച്ച് പ്രായം കുറവാണ് പ്രാവിന്. ഇത് കുറച്ചുകൂടി പ്രായം വരുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു 1.5 വയസ്സൊക്കെ ഉള്ളൂ. ഇതൊരു 3.5-4 വയസ്സാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ വരും. ചുണ്ടിൽ വ്യത്യാസങ്ങൾ വരും കളറിൽ. എന്താ ഓരോ കാഴ്ചക്ക് ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ? ഇതൊരു പഴിക്കാച്ചുണ്ടാണ്. കാരണം ഇതിന് 2 കളറാണ്. ഈ സൈഡ് ചെറിയ കളറായി വരുന്നുണ്ട്. ഉണ്ടോ? ഇതൊരു പഴിക്കാച്ചുണ്ട് പ്രാവാണ്. അപ്പോൾ നമ്മളിനി കാണിക്കാന്നാണ് കരിഞ്ചുണ്ട്. കരിഞ്ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ളതെന്ന് നോക്കും. ഇത് ഫുള്ള് കരിഞ്ചുണ്ടാണ്. ഉണ്ടോ? ഇതൊരു കരിഞ്ഞുണ്ടലുള്ള പ്രാവ്. കരിഞ്ഞുണ്ടകൾ എല്ലാത്തിലും പല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതിലും ഡാർക്കായിട്ട് ചിലപ്പം ചില പ്രാവുകൾ ഉണ്ടാവും. ഇത് നല്ല അത്യാവശ്യം ഡാർക്കാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചുണ്ടിൽ കറുപ്പെന്ന് പറയുന്ന ഒരു ഇനമാണ്. അപ്പം ഇത് ഇതും കുറച്ച് എല്ലാ പ്രാവിനും ഇങ്ങനെ വരാറില്ല. ഇതേ ഇനത്തിലുള്ള പ്രാവൊക്കെ മാത്രമേ വരാറുള്ളൂ. ചുണ്ടിൽ കറുപ്പ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വൈറ്റ് ആയിരിക്കും.
ചുണ്ടിൻ്റെ എൻഡിൽ മുകൾ ഭാഗം മാത്രം കറുപ്പുണ്ടാവും. നോക്കും, കണ്ടോ? ഇതാണ് ചുണ്ടിൽ കറുപ്പെന്ന് നമ്മൾ പറയുന്ന പ്രാവ്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്ലാവർ ചുണ്ട്. അതിൽ റെയർ ചുണ്ടാണ്. ആ ഗ്ലാവർ ചുണ്ട് അറിയാവുന്നവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. എന്നാൽ ഗ്ലാവർ ചുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഗ്ലാവർ ചുണ്ട്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുണ്ടിൻ്റെ അടിഭാഗത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അടിഭാഗത്ത് കളർ, അതായത് മേൽചുണ്ടിൻ്റെയും കീഴ്ചുണ്ടിൻ്റെ അടിഭാഗം കളർ വ്യത്യാസമായിരിക്കും. കാണുന്നുണ്ടോ? കണ്ടോ? ഒരു കളർ വ്യത്യാസമായിരിക്കും. ഒരു ലൈറ്റ് ബ്ലാക്ക് പോലെ അല്ലെങ്കിൽ ബ്രൗണോ പോലെ കയറി വരുന്നത്. ഇത് എപ്പോഴും ഇതിനാണ് നമ്മൾ ഗ്ലാവർ ചുണ്ടെന്നൊക്കെ പറയുന്നത്. നോക്കി, രണ്ട് സ്ഥലം ഉണ്ടാവും. കണ്ടോ? ഇതാണ് ഗ്ലാവർ ചുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പറവപ്രാവുകളുടെ ചുണ്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ ബൈ.